എല്ലാവർക്കും വൈറ്റ്സ് ഓൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന പ്രീമിയർ ലീഗ് മത്സരമായിട്ടുള്ള ലിവർപൂൾ വിഎസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തെ കുറിച്ചിട്ടാണ്. ഈ ഒരു മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സീസണത്തെ വൺ ഓഫ് ദ മസ്റ്റ് ഇമ്പോർട്ടന്റ് മാച്ച് ആയിരുന്നു ഇന്നലെ ആ ഒരു ആൻഫീൽഡിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ആദ്യ ലെഗിൽ ലിവർപൂൾ വിഎസ് സിറ്റി മത്സരം നടന്നിട്ടുണ്ടായിരുന്നപ്പോൾ ആ ഒരു ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ലിവർപൂളിന് സിറ്റിയെ സമനിലയിൽ കുരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന ആൻഫീൽഡിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മത്സരത്തിലും ഡ്രോ തന്നെയാണ് റിസൾട്ട്. ഏകദേശം എല്ലാ ഫുട്ബോൾ ഫാൻസിനും അറിയാവുന്ന ഒരു കാര്യമാണ് ആ റിസൾട്ട് ഇങ്ങനെയാണ് കൂടുതലും വരാൻ ചാൻസ് ഉള്ളത്. പല ആൾക്കാരും പ്രൊഡിക്റ്റ് ചെയ്തിരുന്നത് ഒരു ഡ്രോ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ഡ്രോ തന്നെയാണ് ഇന്നലെ സ്വാഭാവികമായിട്ടും ആ ഒരു മത്സരത്തിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ആ ഒരു കെവിൻ ഡി ബ്രൂയിന്റെ അതിമനോഹരമായിട്ടുള്ളൊരു ഒരു കോർണർ കിക്കുന്ന സ്റ്റോൺസിന്റെ ഒരു ഇടപെടലുകൊണ്ടാണ് ആ ഒരു ഗോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ആ സ്റ്റോൺസ് ആണ് ആ ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു മത്സരം ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ ആ ഒരു 1-0 എന്നുള്ള ലീഡില് ഈ ഒരു സിറ്റി ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഈ ഒരു ലിവർപൂളിന്റെ ലൈനപ്പ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാർക്കും ആ ഒരു സിറ്റി അടിച്ച ഗോളിന് അത്ര ലിവർപൂളിനെ ഇങ്ങനെ പറയാനൊന്നും കഴിയില്ല. കാരണം അത്ര വീക്കായിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ക്ലബ് ആകുമ്പോൾ അതിനൊരു മെയിൻ 11 ഉണ്ടാവും. ആ ഒരു 11 അല്ല ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈവൻ ആ ഒരു ഇബ്രാഹിം കൊണാറ്റെ പോലും വാണ്ടേക്കിന് ആ ഒരു സെൻട്രൽ ബാക്ക് പോകുമ്പോൾ പോലും ലിവർപൂളിന് ഇല്ലായിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. എന്നിട്ട് കൂടി ഈ ഒരു സിറ്റിക്ക് പല ടൈമിലും ലിവർപൂളിന്റെ ഇതിൽ നിന്ന് കൺട്രോൾ പോണ കണ്ടിട്ടുണ്ടായിരുന്നു. ലിവർപൂൾ ഈ ഒരു സിറ്റിയെ മാഞ്ചസ്റ്റർ സിറ്റി അതായത് പെപ്പിന്റെ ഫുൾ ടീമിനെ മറികടന്നുങ്ങാണ്ട് പല ഇതിലും ഡോമിനേറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ എല്ലാം ക്രെഡിറ്റ് ഈ ഒരു ജോർഗൻ ക്ലോപ്പിന് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ മറ്റൊരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ സാല സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. സാല സെക്കൻഡ് ഹാഫിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അലിസണ് പരിക്കാണ്. കുറെ കാലം കഴിഞ്ഞിട്ട് ഏകദേശം അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തിന്റെ എൻഡോട് കൂടിയൊക്കെ ഒരു ഇതിലേക്ക് വരുള്ളൂ. അപ്പോൾ അത്രയും കുറെ പ്ലേയേഴ്സിന് ഇഞ്ചുറി ആണ് ലിവർപൂളിൽ. അങ്ങനത്തെ ഒരു ഇതിൽ കൂടെ പോകുമ്പോഴാണ് ഒരു സിറ്റി എന്ന് പറയുന്ന വലിയൊരു മതിൽ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ലിവർപൂൾ ആ ഒരു പെനാൾട്ടിയിലൂടെ ആ ഒരു 1-1 എന്നുള്ള മാർജിനിലേക്ക് സ്കോർ എത്തിക്കുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1-1 എന്നുള്ള ഇത് തന്നെയായിരുന്നു കളി അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ലിവർപൂളിന് കുറെ ചാൻസ് കിട്ടി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ലൂയിസ് ഡിയാസിന് കിട്ടിയ ചാൻസ് ഒക്കെ ഫിനിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിയാസ് ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3-1 എന്നുള്ള സ്കോറിന് വരെ ഈ ഒരു കളി ലിവർപൂളിന് വിജയിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യം വെച്ചാൽ എന്നും ന്യൂനസ് ആണ് ഈ ഒരു ബിഗ് ചാൻസസ് മിസ്സാക്കല്. പക്ഷെ ഇന്നലെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ലൂയിസ് ഡിയാസിന്റെ വശത്തു നിന്നായിരുന്നു ലിവർപൂളിൽ അങ്ങനത്തെ ഒരു സംഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡിയാസ് കുറെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് ദ ടൈം ഒരു സെയിം, അതായത് മോശമായിട്ടും അതേപോലെ തന്നെ നല്ല രീതിയിലും ഇന്നലെ ആ ഒരു മത്സരത്തിൽ ഡിയാസ് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ ഇന്നലെ എടുത്തു പറയേണ്ട വേറൊരു സംഭവം എന്ന് പറയുന്നത് സിറ്റിന്റെ ബോക്സിൽ നിന്ന് ഡോക്കു മക്കാലിസ്റ്ററിന്റെ നെഞ്ഞത്തേക്ക് ചൂട്ടി എന്ന് പറയുന്ന ആ ഒരു പെനാൾട്ടി വിവാദമാണ്. അത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ആ ഒരു പെനാൾട്ടി ആയി അംഗീകരിക്കാൻ ആ ഒരു പെനാൾട്ടി കൊടുക്കേണ്ടതുണ്ടോയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെനാൾട്ടി അല്ലാതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. കാരണം ഡോക്കു ഓൾറെഡി ആ ഒരു ബോളിന് വേണ്ടി ചാടി കഴിഞ്ഞതിന് ശേഷമാണ് മക്കാലിസ്റ്റർ ആ ഒരു ബോൾ എടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ ഡോക്കുവിൻ്റെ കാല് നമ്മൾ കണ്ടാണ് ആ ഒരു ഫുള്ള് ബോളിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ മക്കാലിസ്റ്റർ വന്ന് കയറി കൊടുക്കണമായിരിക്കാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പെനാൾട്ടി തീർച്ചയായിട്ടും പെനാൽറ്റി ആയി വാറ് ഡിസിഷൻ എടുത്ത പോലെ തന്നെ ആ ഒരു റൈറ്റ് ഡിസിഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയന് ആ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു 1-1 റിസൾട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്നുള്ളത് ഈ ഒരു ആർസണൽ ഫാൻസ് ആവും. ആർസണൽ ഫാൻസ് എങ്ങനെയൊക്കെ ഒരു മത്സരം ഡ്രോലാണ് ആകണം എന്നില്ല ആ ഒരൊറ്റ ചിന്തയോട് കൂടെ ഇരിക്കും ഏതൊരു ആർസണൽ ഫാൻ ഈ ഒരു മത്സരം കണ്ടിട്ടുണ്ടാകുക. ആ ഒരു 1-1 എന്നുള്ള ഡ്രോ അവരെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു 1ാം സ്ഥാനത്ത് പ്രീമിയർ ലീഗിന്റെ 1ാം സ്ഥാനത്ത് സ്റ്റേ ചെയ്യാൻ അവർക്ക് വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായത്. അതായത് ഈ ഒരു പോയിന്റ്സ് ഡിഫറൻസ് അല്ലാതെ ലിവർപൂളിനായിട്ട് ബാക്കി എല്ലാത്തിലും അല്ലാന്നുണ്ടെങ്കിൽ ഗോൾ ഡിഫറൻസിലൊക്കെ മുന്നിൽ ആർസണലാണ്. ഇപ്പോൾ ഈ ഒരു ലിവർപൂൾ ആർസണലും 1ാം സ്ഥാനത്ത് 64 പോയിന്റ്സ് ആയിട്ട്, അതുപോലെ തന്നെ 2ാം സ്ഥാനത്ത് ഈ ഒരു ലിവർപൂൾ 64 പോയിന്റ്സ്. രണ്ടുപേർക്കും 64 പോയിന്റ്സ് ആണ്. ഗോൾ ഡിഫറൻസിന്റെ ആ ഒരു അഡ്വാൻറ്റേജ് കൊണ്ടാണ് ആർസണലിന് 1ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. ഇനിയും തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സരമുണ്ട്. സിറ്റി വിഎസ് ആർസണൽ മത്സരം വരാണ്ട്. അതൊക്കെ ഒരു കീ മാച്ചാണ്. അത് അടുത്ത മാസം നടക്കാതിരിക്കുന്ന മത്സരമാണ് അതൊക്കെ. അപ്പോൾ
ഈ ഒരു സിറ്റിക്കാണെന്നുണ്ടെങ്കിലും സിറ്റി വരെ രണ്ടിനി തൊട്ട് പുറത്ത് തന്നെ ഉണ്ട് 1 പോയിന്റ്സിന്റെ ഡിഫറൻസ് എങ്ങാണ്ട് 63 പോയിന്റ്സ് എങ്ങാണ്ട് സിറ്റി ബാക്കിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു സീസണിൽ ആരായിരിക്കും ആ ഒരു EPL ചാമ്പ്യന്മാർ എന്നുള്ളതും കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കാം. ഓക്കെ.